നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഗ്രാമർ കോൺസെപ്റ്റാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്ലോസസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലോസ് എന്താണ്, അല്ലെങ്കിൽ ക്ലോസ് നമ്മളങ്ങനെ ഉപയോഗിക്കാറുണ്ടോ, വാസ്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലോസസ് നമ്മൾ ഡെയിലി ലൈഫിൽ അറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ക്ലോസസ്. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും നമ്മൾ പറയുന്നതിനകത്തൊക്കെ ഇത് വരാറുണ്ട്, പക്ഷെ നമ്മൾ അതിനെപ്പറ്റി അറിയുന്നില്ലെന്നേ ഉള്ളൂ. സോ ഇതിനകത്തെ ഒരു ക്ലോസ് മാത്രമാണ് മെയിനായിട്ടുള്ള ക്ലോസ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ട IELTSൻ്റെയും OETയുടെ റൈറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒറ്റ മെയിൻ ക്ലോസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അതുവരെ പറഞ്ഞു പോകാൻ ആ ഒറ്റ ഒരെണ്ണം മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോസസ് ഇൻ ടുഡേയ്സ് ലൈഫ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ക്ലോസ്? ഓക്കെ, ക്ലോസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് ആസ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഒരു സബ്ജക്റ്റ് വരും, ഒരു വെർബ് വരും, പിന്നെ സബ്ജക്റ്റിൻ്റെ അഡ്വർബോ അഡ്ജക്റ്റീവോ പ്രോനൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സെൻറ്റൻസിനകത്ത് വരാം. ഓക്കെ, കോംപ്ലക്സ് സെൻറ്റൻസ് ഉണ്ടാവാം, കോമ്പൗണ്ട് സെൻറ്റൻസസ് ഉണ്ടാവാം, വളരെ സിമ്പിൾ സെൻറ്റൻസസ് ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടാണ് ഈ ക്ലോസ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സംടൈംസ് ഒരു സെൻറ്റൻസ് ഫുള്ള് ക്ലോസ് ആയിട്ടും വരാറുണ്ട്. ഓക്കെ, സോ ഇൻ ദിസ് ലൈവ് നമ്മൾ പല ടൈപ്പ് ഓഫ് ക്ലോസസ്, അതെങ്ങനെയാണ് ഒരു സെൻറ്റൻസിനകത്ത് വരുന്നത്, എന്ത് വേർഡ്സാണ് നമ്മൾ ആ ക്ലോസ് വരുമ്പോൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലോസസ്, ആൻഡ് എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ഗ്രൂപ്പ് ടുഗെദർ that have a subject and a verb. Okay, so first clause എന്ന് പറഞ്ഞാൽ independent clause. Independent എന്ന് പറഞ്ഞാൽ എന്താ? It can stand alone. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം ഇതിനെ. ഒരു സിമ്പിൾ സെൻറ്റൻസ്, ഈ സിമ്പിൾ സെൻറ്റൻസിന് അതിൻ്റെ ഫുൾ മീനിങ് ഉണ്ട്. സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്, സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ സെൻറ്റൻസിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ദ സൺ ഈസ് ഷൈനിങ്. ദ സൺ ആണ് അവിടുത്തെ സബ്ജക്റ്റ്, ഷൈനിങ് ആണ് വെർബ്. സോ ഇതിനകത്ത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, എ സ്മോൾ സിമ്പിൾ സെൻറ്റൻസ് വിച്ച് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആൻഡ് ഇറ്റ് ഹാസ് എ ഫുൾ മീനിങ്. ദ സൺ ഈസ് ഷൈനിങ്, സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മീനിങ് ഒന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും വേർഡ്സോ അല്ലെങ്കിൽ അങ്ങനെ സെൻറ്റൻസസോ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും മീനിങ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു യൂസ് എങ്ങനെയായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആർ യൂസ്ഡ് ടു കൺവേ കംപ്ലീറ്റ് ഐഡിയാസ് ഓർ തോട്ട്സ് ആൻഡ് ക്യാൻ സ്റ്റാൻഡ് അലോൺ ആസ് സെൻറ്റൻസസ് വിത്തൗട്ട് നീഡിങ് അഡീഷണൽ ഇൻഫർമേഷൻ. സോ അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും വേണ്ടാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൂടെ ഒരു കംപ്ലീറ്റ് ഐഡിയ കൺവേ ചെയ്തിരിക്കും. ഈ സെൻറ്റൻസിൽ എന്താണ്? ദ സൺ ഈസ് ഷൈനിങ്. ദ സൺ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രകാശിക്കുന്നു. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ഐഡിയ. അതിനെ ഇനി അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷനോ അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാനോ ഒന്നും വേണ്ട. ഓക്കെ, ദർ ഈസ് അനദർ എക്സാമ്പിൾ നമുക്ക് പറയാം. ദ ക്യാറ്റ് ഈസ് സ്മോൾ. ഓക്കെ, ദ ഫ്ലവർ ഈസ് പ്രെറ്റി. സോ ഇങ്ങനെയുള്ള സിമ്പിൾ സെൻറ്റൻസസ് എല്ലാം ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ആണ്. ഒരു ഫുൾ മീനിങ്, ഒരു ഫുൾ ഐഡിയ ഇതിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ജോണി. ഗുഡ് ആഫ്റ്റർനൂൺ അച്ചു. ദെൻ നെക്സ്റ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇൻഡിപെൻഡൻറ്റ് പഠിച്ചു. ഇൻഡിപെൻഡൻറ്റിന് ലൈക്ക് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ, ഒരു ഫുൾ മീനിങ് ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഗഗന. ആൻഡ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരുമ്പോൾ അപ്പോൾ എങ്ങനെയായിരിക്കും? ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എന്തിനെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട്. ഓക്കെ, അവിടെ ബിക്കോസ് വന്നപ്പോൾ ദർ വാസ് സംതിങ് ബിഫോർ ദാറ്റ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്തെങ്കിലും അതിൻ്റെ കൂടെ എന്തെങ്കിലും ചേർക്കാതെ അതിനൊരു ഫുൾ മീനിങ് വരത്തില്ല. മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വോണ്ട് ഹാവ് എ കംപ്ലീറ്റ് ഐഡിയ, വി വോണ്ട് ഹാവ് എ കംപ്ലീറ്റ് മീനിങ്. Okay, so that kind of clauses or that kind of sentences are called dependent clause. This dependent clause എന്ന് പറയുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്, it adds information to an independent clause but cannot stand alone as a sentence. അതാണ് dependent clauseൻ്റെ യൂസേജ്. ഗുഡ് ആഫ്റ്റർനൂൺ രാജേശ്വരി. സോ ഇതിനകത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ആഡ് ചെയ്യും. ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് ഐ വാസ് ലേറ്റ് ടു സ്കൂൾ എന്ന് പറയാം. ഓക്കെ, ഐ വാസ് ലേറ്റ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് എ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്.
ഐ വാസ് ലേറ്റ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലെത്താൻ ലേറ്റായി. സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. പക്ഷേ അതിന് നമ്മളൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഓക്കെ, സോ ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സോ വെൻ വി യൂസ് എ സെൻറ്റൻസ് ഇൻ IELTS റൈറ്റിംഗ് ഓർ OET റൈറ്റിംഗ് ഓർ വെൻ വി ആർ സ്പീക്കിംഗ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് മാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് അല്ലെങ്കിൽ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്ന ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ബീങ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ. Okay, so you are being asked, why are you late? Because it was raining. Okay, because it was raining എന്ന് പറഞ്ഞാൽ that is not a complete answer. In casual conversations we can use it as a complete answer, or casual ആയിട്ട് നമ്മൾ if you are talking to friends or family we can say why are you late? Because it was raining. Okay, so we can say it like that. പക്ഷേ നമ്മളൊരു ഫോർമൽ കോൺവെർസേഷൻ ആണ്, ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുവാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ we have to say a full sentence. അവിടെ ഈ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇഫ് യു ആർ ഇൻ ആൻ ഇൻ്റർവ്യൂ ആൻഡ് യു ആർ ലേറ്റ് ടു ദ ഇൻ്റർവ്യൂ ആൻഡ് ദ റിസപ്ഷനിസ്റ്റ് ആസ്ക് യു, മാം വൈ ആർ യു ലേറ്റ്? സോ യു ക്യാൻ സേ ഐ വാസ് ലേറ്റ് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഐ വാസ് ലേറ്റ് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഐ വാസ് ലേറ്റ് ടു ദ ഇൻ്റർവ്യൂ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി യൂസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. എൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കാം. Dependent clauses provide additional context or detail to an independent clause. We already explained that. They often begin with subordinating conjunctions. Conjunctions എന്താണെന്ന് അറിയാമല്ലോ, കണക്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെ ജോയിൻ ചെയ്യുന്ന, രണ്ട് സെൻറ്റൻസിനെ ജോയിൻ ചെയ്യുന്ന നമുക്ക് കൺജങ്ഷൻസ് വിളിക്കാം. Conjunctions such as because, although, if, etc. ബിക്കോസ്, ഓൾദോ, ഇഫ് എന്ന വേർഡ്സിലാണ് അല്ലെങ്കിൽ കൺജങ്ഷൻസിലാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. ഓക്കെ, ടു ഇൻഡിക്കേറ്റ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്നുള്ളത് മഴ പെയ്യുകയായിരുന്നത് കൊണ്ട്, ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. സോ ഇറ്റ് ഈസ് എ റീസൺ ഫോർ ബീയിങ് ലേറ്റ്. പിന്നെ നമ്മളവിടെ ബിക്കോസിന് പകരം ഓൾദോ ആണ് ചേർക്കുന്നതെങ്കിൽ എങ്ങനെ വരുമായിരിക്കും? ഫോർ എക്സാമ്പിൾ, ഐ വാസ് നോട്ട് ലേറ്റ് ഓൾദോ ഇറ്റ് വാസ് റെയിനിങ്. ഞാൻ ലേറ്റ് ആയില്ല, മഴ പെയ്യുന്നുണ്ടായിരുന്നിട്ടും ഞാൻ ലേറ്റ് ആയില്ല. ഓക്കെ, അപ്പോൾ അവിടെ ഇതൊരു റീസൺ അല്ല, ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഐ വാസ് നോട്ട് ലേറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്താണ് സബ്ജക്റ്റുമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായിട്ടുള്ള ഈ അഡീഷണൽ ഇൻഫർമേഷൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? ഇതൊരു റീസൺ ആണോ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണോ? ഓക്കെ, സോ ദീസ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ബൈ ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ട് വിത്ത് വേർഡ്സ് സച്ച് ആസ് ബിക്കോസ്, ഓൾദോ, ഇഫ്, etc. Okay, I hope you understood. Next is an adjective clause. Adjective clause, also known as relative clause. Its use is to provide extra information about a noun or a pronoun. So dependent clause ne nammal endha parna adds information to an independent clause. So a group of words in additional ആയിട്ട് information provide ചെയ്യുന്നതാണ് dependent clause. Okay, a whole independent clause ന് ആണ് ഈ dependent clause extra information provide ചെയ്യുന്നത്. But if we are taking adjective clause ആണെങ്കിൽ it provides extra information about the noun or the pronoun. So we can say the subject അല്ലെങ്കിൽ subject എന്ന് പറയണ്ട, we can say about it is about the subject of the sentence. ആ സബ്ജക്റ്റിനെ കുറിച്ച് we are getting an additional information from the adjective clause. Okay, for example, the book that I bought is interesting. So the book is the subject. ഇവിടെ ഈ ബുക്കിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ബുക്കാണ് സബ്ജക്റ്റ്. ദാറ്റ് ഐ ബ്രോട്ട്, ഹു ബോട്ട് ഇറ്റ്? ഐ ബോട്ട് ഇറ്റ്, ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ബുക്കിനെ എന്ത് ചെയ്തു? ബുക്കിനെ കുറിച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തു. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാം, ബട്ട് ദ ബുക്ക് ദാറ്റ് ഐ ബോട്ട്, ഞാൻ വാങ്ങിച്ച പുസ്തകമാണ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ് ക്ലോസ്. ദ ബുക്ക് ദാറ്റ് ഐ ബോട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ്. ദ ബുക്ക് ഈസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയാം, പക്ഷേ ആ ബുക്ക് ആര് വാങ്ങിച്ചു, എന്ത് വാങ്ങിച്ചു, എവിടുന്ന് വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അഡ്ജക്റ്റീവ് ക്ലോസ് വഴി. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു. ദെൻ ദ യൂസേജ് എക്സ്പ്ലനേഷൻ. Adjective clauses modify nouns or pronouns by providing descriptive or identifying information about them. ഒരു ഡിസ്ക്രിപ്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫൈങ് ആവാം. ഈ സെൻറ്റൻസിൽ എന്താണ്? ഒരു ഐഡൻറ്റിഫൈങ് ആണ്, ഡിസ്ക്രിപ്ഷൻ അല്ല. ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ബുക്ക് ആര് വാങ്ങിച്ചു. ഓക്കെ, ഐഡൻറ്റിഫൈയിങ് ദ സബ്ജക്റ്റ് ആണ് ഈ എക്സാമ്പിളിൽ നടക്കുന്നത്. ഓക്കെ,
They usually begin with relative pronouns such as who, whom, whose, which or that. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ആര് വാങ്ങിച്ചു, ആരുടെയാണ്, ഹൂസ്, വിച്ച് ഏതാണ്, ദാറ്റ് അത്. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സ് വെച്ചിട്ടായിരിക്കും അഡ്ജക്റ്റീവ് ക്ലോസസ് വരിക. സോ ഇഫ് യു വാണ്ട് ടു റൈറ്റ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് എഴുതണം ആൻഡ് അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ട്, ആ സബ്ജക്റ്റിനെ എനിക്ക് കുറച്ചുകൂടി ആ സബ്ജക്റ്റിൻ്റെ സംഭവങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ വി ക്യാൻ സേ ദ ബുക്ക്, അല്ലെങ്കിൽ മനുസ് ബ്രദർ ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗെയിം ഈസ് വെരി ഹാൻസം. മനുസ് ബ്രദർ ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗെയിം ഈസ് വെരി ഹാൻസം എന്ന് നമുക്ക് പറയാം. സോ അവിടെ മനുവിൻ്റെ ബ്രദറാണ് സബ്ജക്റ്റ്, ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗെയിം അവിടെയും ഒരു ഐഡൻറ്റിഫൈങ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷനാണ് അവിടെ വരുന്നത്. ഈസ് വെരി ഹാൻസം എന്ന് പറഞ്ഞു, ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഗെയിം. ഓക്കെ, സോ നിങ്ങൾ IELTSൽ റൈറ്റിംഗ് ടാസ്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ IELTSൽ റൈറ്റിംഗ് ടാസ്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അവിടെ പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് അഡ്ജക്റ്റീവ് ക്ലോസ് യൂസ് ചെയ്ത് എഴുതുന്നതായിരിക്കും. ഹൂ, ഹും, വിച്ച്, ദാറ്റ്, ഹൂസ്. ഓക്കെ, ഇങ്ങനെയുള്ള സെൻറ്റൻസസ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ക്ലോസുകൾ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും കോംപ്ലക്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഗ്രാമറിലും ബാൻഡ് സ്കോർ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഈസ് adverb clause. അഡ്ജക്റ്റീവ് ക്ലോസ് നൗണിനെയും പ്രൊനൗണിനെയും ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈങ് ആണെന്ന് പറഞ്ഞു. നൗണിനെയോ പ്രൊനൗണിനെയോ കുറിച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സോ adverb എന്തായിരിക്കും? Adverb is modifying verbs, adjective or other adverbs by providing additional information. ക്ലോസസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ലോസും അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇതിനകത്ത് വരുന്ന ചെറിയ ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് ആ ഹോൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ കുറിച്ചായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ചിലത് ആ സബ്ജക്റ്റിനെ വെച്ച് മാത്രമായിരിക്കും, ചിലത് അതിൻ്റെ വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൽ പറഞ്ഞിട്ടുള്ള ആഡ്വെർബിനെയോ മോഡിഫൈ ചെയ്യുന്നതോ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് കൈൻഡ് ഓഫ് ക്ലോസസ്. എല്ലാം അഡീഷണൽ ആയിട്ട് ഒരു സെൻറ്റൻസിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ് ക്ലോസ്. സോ നിങ്ങൾക്ക് 2 സെൻറ്റൻസ് എഴുതി 2 സെൻറ്റൻസിലെ ഇൻഫർമേഷൻ ഒന്നിച്ച് കമ്പൈൻ ചെയ്യണം. then you can use this type of clauses. Okay, that also depends upon the type of information that you have written. For example, she sings as if she were an angel. So as if she were an angel. She sings. Sing എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവളെക്കുറിച്ചല്ല ഏഞ്ചൽ ആണെന്ന് പറയുന്നത്. ഷീ ഈസ് ലൈക്ക് ആൻ ഏഞ്ചൽ എന്നല്ല പറഞ്ഞത്. ഷീ സിങ്സ് ആസ് ഇഫ് ഷീ വെർ ആൻ ഏഞ്ചൽ. അവളൊരു മാലാഖയെ പോലെയാണ് പാടുന്നത്. ഓക്കെ, സോ അവിടെ നൗണിനെ അല്ല എന്ത് ചെയ്തിരിക്കുന്നത്, മോഡിഫൈ ചെയ്തിരിക്കുന്നത്. സിംഗിങ് എന്ന് പറയുന്ന വെർബിനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, adverb clauses modify verbs, adjectives or adverbs by indicating time, place, manner, condition, reason or purpose. അപ്പോൾ ഇത്രയും സംഭവങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ടൈം, പ്ലേസ്, മാനർ, കണ്ടീഷൻ, റീസൺ ഓർ പർപ്പസ്. സോ ഈ സെൻറ്റൻസിനകത്ത് എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? മാനറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്ത് രീതിയിലാണ്, ഓക്കെ, എന്ത് തരത്തിലാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ഷീ സിങ്സ് ആസ് ഇഫ് ഷീ വെർ ആൻ ഏഞ്ചൽ. മാലാഖയെ പോലെ, അതുപോലെയാണ്. സോ ഷീ ഈസ് ബീങ് കമ്പയർഡ് ടു ആൻ ഏഞ്ചൽസ് സോങ്. ഹെർ സോങ് ഈസ് ബീങ് കമ്പയർഡ് ടു ആൻ ഏഞ്ചൽസ് സോങ്. അവളെ അല്ല കമ്പയർ ചെയ്യുന്നത്, അവളുടെ പാട്ടിനെയാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, now I hope you understood the adverb clause. They often begin with subordinating conjunctions such as, because, if, when, like, etc. Okay, അപ്പോൾ adverb clauseും adjective clauseും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Then the next clause is noun clause. Noun clause functions as a noun serving as a subject, object or a complement in a sentence. സോ ഇത് നമ്മളുടെ അഡ്ജക്റ്റീവ് ക്ലോസിൻ്റെ ഏകദേശം സെയിം ആയിട്ട് വരും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, വാട്ട് യു സെഡ് മെയ്ഡ് മീ ഹാപ്പി. വാട്ട് യു സെഡ് മെയ്ഡ് മീ ഹാപ്പി എന്നാണ് പറഞ്ഞത്. ഓക്കെ, യു മെയ്ഡ് മീ ഹാപ്പി അല്ല, വാട്ട് യു സെഡ് മെയ്ഡ് മീ ഹാപ്പി. സോ നൗണ് അവിടെ എന്താണ് പറഞ്ഞത്? ഒരു സബ്ജക്റ്റിനെയോ അവിടെ ഒരു സബ്ജക്റ്റും ഒബ്ജക്റ്റും പറഞ്ഞിട്ടില്ല. യു എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റും അല്ല. വാട്ട് യു സെഡ് ആണ് അവിടുത്തെ എന്ത് സബ്ജക്റ്റ്. വാട്ട് യു സെഡ് എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് പറയുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ഇല്ല, ബട്ട് ഇറ്റ് ഈസ് എ സബ്ജക്റ്റ്. അപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ ഒബ്ജക്റ്റായിട്ട് സെർവ് ചെയ്യാനാണ് നൗൺ ക്ലോസസ് ഹെൽപ്പ് ചെയ്യുന്നത്. വാട്ട് യു സെഡ് ആണ് അവിടുത്തെ നൗൺ ക്ലോസ്. ഓക്കെ,
Noun clause act as nouns and can fulfill various roles in a sentence, such as subjects, objects, or complements. They often begin with words like what, who, whom, how, and why. ഓക്കെ, സോ നൗൺ ക്ലോസ് ഒരു സെൻറ്റൻസിലെ മെയിൻ സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ സബ്ജക്റ്റിലെ ഒരു മെയിൻ ഒബ്ജക്റ്റായിട്ടോ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ കോംപ്ലിമെൻറ്റ്സ് ആയിട്ട് പറയാൻ പറ്റും. വേരിയസ് റോൾസ് ഉണ്ട് ഈ നൗൺ ക്ലോസിന്. ഓൾസോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് മിക്കവാറും വാട്ട്, ഹൂ, ഹും, ഹൗ ആൻഡ് വൈ എക്സെട്ര ഇങ്ങനെയുള്ള വേർഡ്സിലായിരിക്കും, ക്വസ്റ്റ്യൻ വേർഡ്സിലായിരിക്കും മോസ്റ്റ്ലി തുടങ്ങുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബോത്ത് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. നമ്മളുടെ IELTSനകത്ത് ടാസ്ക് 2 വരുമ്പോൾ അല്ലെങ്കിൽ റൈറ്റിംഗ് ടാസ്കിലേക്ക് വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാൻഡ് സ്കോർ കൂടും. ഓക്കെ, സോ സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് മനസ്സിലാക്കുക. സബോർഡിനേറ്റ് ക്ലോസ് വളരെ എളുപ്പമുള്ള സംഭവമാണ്. ലൈക്ക് നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതാണ്, ബട്ട് നിങ്ങളത് കുറച്ചുകൂടി കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാൻഡ് സ്കോർ കൂടാൻ ഹെൽപ്പ് ചെയ്യും. Subordinate clause in the user adds information to an independent clause but cannot stand alone as a sentence. Just like the dependent clause. Dependent clause പോലെ തന്നെയാണ് സബോർഡിനേറ്റ് ക്ലോസും. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ ആസ് എ സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഓൾദോ ഇറ്റ് വാസ് കോൾഡ് ദേ വെൻറ്റ് ഫോർ എ വോക്ക്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ സെയിം ആണ് സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ് ഇതിനെ കൂടുതൽ അറിയപ്പെടുന്നതെന്നേ ഉള്ളൂ. ഓക്കെ, ഓൾദോ ഇറ്റ് വാസ് കോൾഡ് ദേ വെൻറ്റ് ഫോർ എ വോക്ക് ആണ് അവിടുത്തെ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അവർ നടക്കാൻ പോയി. ഓൾദോ ഇറ്റ് വാസ് കോൾഡ്, തണുപ്പായിരുന്നിട്ടും അവർ നടക്കാൻ പോയി. തണുപ്പായിരുന്നിട്ടും എന്നതാണ് അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, subordinate clauses provide additional details or context to an independent clause. They typically begin with subordinating conjunctions like although, because, if, when, etc., indicating the relationship with the independent clause. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈമിനെ പറയുന്നതാണോ മാനറിനെ പറയുന്നതാണോ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, so I hope you understand about the subordinate clause, adjective clause, adverb clause, noun clause, dependent clause and independent clause. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡിപ്പെൻഡൻറ്റ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസസ് ആണ്. രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു രണ്ട് സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കാതെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ വേർഡ്സ് ഉപയോഗിക്കാം എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ ആൻഡ് ദെൻ ഇൻ ദ നെക്സ്റ്റ് ലൈവ് വി വിൽ ബി ഗെറ്റിംഗ് ആൻ എക്സ്പ്ലനേഷൻ. ഇഫ് ദർ ഈസ് നോ ഡൗട്ട്സ് ദെൻ വി വിൽ ഗോ ടു അനദർ ടോപ്പിക്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.